നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ യുദ്ധം, അതായത് നമ്മുടെ കരയിൽ മാത്രമല്ല ആകാശത്തും വെച്ച് നടക്കാം എന്നതിനെ കുറിച്ചാണ്. അതായത് വേറൊന്നുമല്ല, ബഹിരാകാശത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സാറ്റലൈറ്റിനെ കാര്യം കൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സാറ്റലൈറ്റ് കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ്. അതായത് GPS ലൊക്കേഷൻ മനസ്സിലാക്കാൻ, പിന്നെ അതായത് നമ്മുടെ പ്ലെയിൻ പറത്താൻ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സാറ്റലൈറ്റ് കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഈ സാറ്റലൈറ്റ് കൊണ്ട് മാത്രമേ നടക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യമാണ്, അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരു രാജ്യത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നഷ്ടമാകുന്നതാണ്. അതായത് അവിടുത്തെ ഡിഫൻസ് മേഖല മൊത്തമായും ഈ സാറ്റലൈറ്റ് കൊണ്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റ ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടമാവുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം അതിൽ കൂടെയാണ് നമ്മുടെ ഈ ഡിഫൻസ് സീക്രട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും നടക്കുന്നതൊക്കെ. അപ്പോൾ ഈ സാറ്റലൈറ്റിനെ നമുക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സീക്രട്ടും നഷ്ടപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സാധാരണ ഒരു ഹാക്കറിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, എന്ന് വെച്ചാൽ ആ സിസ്റ്റം ഫുള്ളായി ഹാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ GPS ലൊക്കേഷൻ എന്തെങ്കിലും തകരാറ് സംഭവിക്കും. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഈ ഹാക്കേഴ്സിന് ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ നമ്മുടെ GPS ലൊക്കേഷൻ എല്ലാം മാറി കിടക്കുകയുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാറ്റലൈറ്റ് ഹാക്ക് ചെയ്യാൻ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അത് റേഡിയോ വേവ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എൻക്രിപ്ഷനൊക്കെ വെച്ചാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനൊക്കെ അത് ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രൊജക്റ്റ് രക്ഷ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് നമ്മുടെ ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു പ്ലാനുണ്ട്. അതായത് ഈ മേഖലയിൽ നല്ല സൈബർ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ വലിയ വലിയ സെക്യൂരിറ്റിയൊക്കെ ഏർപ്പെടുത്തി ഇങ്ങനെയുള്ള ഹാക്കിങ്ങും അവയൊക്കെ തടയപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഏർപ്പെടുത്തിയത്. പിന്നെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ക്വാണ്ടം എൻക്രിപ്ഷനെ പറ്റിയാണ്. അതായത് നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സും അവയൊക്കെ വെച്ചാണ്. അതായത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പിന്നീട് ഇത് എങ്ങോട്ടേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ക്വാണ്ടം രീതിയിലേക്കാണ് ഈ കമ്മ്യൂണിക്കേഷൻ രീതി മാറ്റാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്രകാശം, അതായത് ഫോട്ടോൺസ് എന്ന രീതിയിലാണ് ഈ മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശാസ്ത്രലോകം കാത്തിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ബേസിക് മാത്തമാറ്റിക്സും അവയൊക്കെ വെച്ചാണ് ഇപ്പോഴത്തെ മെസ്സേജുകൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് അയക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വാട്സപ്പിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് നിന്ന് മറ്റൊരാൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഈ ബേസിക് മാത്തമാറ്റിക്സും അവയൊക്കെ വെച്ചാണ് അത് പോകുന്നത്. പക്ഷേ അത് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറും അതൊക്കെ വെച്ച് നമുക്ക് എളുപ്പം അതിൻ്റെ എൻക്രിപ്ഷനൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂരിറ്റി ഏർപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ക്വാണ്ടം എൻക്രിപ്ഷൻ എന്ന് പറയും. അതായത് കുറേ ഫോട്ടോൺസ്, അതായത് ഈ പ്രകാശത്തിൻ്റെ ഓരോ പ്രകാശത്തിനാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോൺസ് വഴിയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഹാക്കർ ഈ ഒരു പ്രകാശത്തെ, അതായത് ഈ ഫോട്ടോൺസിനെ എന്തെങ്കിലും തരത്തിൽ എടുക്കാൻ നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാകും. അതായത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇത് ഓരോ മെസ്സേജിനും ഓരോ പാറ്റേൺ ഉണ്ട്.
അപ്പോൾ ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് എവിടെ നിന്നാണോ അയക്കുന്നത്, ആ അയക്കുന്ന സ്ഥലം മുതൽ എത്തുന്ന സ്ഥലം വരെ അത് കറക്റ്റായിട്ട് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് എത്തുന്നത്. ഇപ്പോൾ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹാക്കർ അതിനെ എത്തി നോക്കാനോ ഒക്കെ പോവുകയാണെങ്കിൽ അവർക്ക് സാധാരണ രീതിയിൽ ഏതെങ്കിലും കോഡ് അടിച്ചോ അവയായിട്ടൊന്നും നമുക്ക് കയറി നോക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ക്വാണ്ടം മെക്കാനിസത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു എനർജി നൽകിയോ, അതായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോൺസ് ഉപയോഗിച്ച് തന്നെയോ മാത്രമേ ഇത് എത്തി നോക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ എത്തി നോക്കിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാറ്റേൺ മൊത്തത്തിൽ മാറിപ്പോകും എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഇരുണ്ട മുറിയിൽ കുറച്ച് പൊടിയുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ആ പൊടി നോക്കാൻ വേണ്ടി ലൈറ്റ് അടിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ആ ലൈറ്റിൻ്റെ എനർജി കൊണ്ട് തന്നെ ആ പൊടിയുടെ പാറ്റേൺ മൊത്തമായി മാറിപ്പോകും. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ബേസിക് മെക്കാനിസം എന്നും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വാണ്ടത്തിൻ്റെ പാറ്റേൺ മൊത്തമായി മാറിപ്പോവുകയും അത് നമ്മുടെ എവിടെയാണോ എത്തേണ്ടത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ഇതിന് ഹാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇത് തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും എത്തുന്ന സ്ഥലത്ത് വരെ കറക്റ്റായിട്ടൊരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റെവല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ബേസിക് മാത്തമാറ്റിക്സിൽ നിന്നും ഈ വലിയൊരു ക്വാണ്ടം മെക്കാനിക്സിലേക്കാണ് നമ്മൾ ചാടിയിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. കാരണം അത്ര വേഗമൊന്നും ഈ പാറ്റേൺ ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. എത്ര വലിയ സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും ഈ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ടാസ്ക് തന്നെയാണ്. പിന്നീട് ഈ സാധാരണ ജനങ്ങൾക്ക് ഇതെന്താണ് പ്രശ്നം, എങ്ങനെയൊക്കെയാണ് കുഴപ്പമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. നമ്മളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ എന്ന് വെച്ചാൽ GPS ലൊക്കേഷൻ, അതായത് ഗൂഗിൾ മാപ്പ്, പിന്നെ എയറോപ്ലെയിൻ പോവുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇവർ ഈ സാറ്റലൈറ്റ് ഹാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണ് സംഭവിക്കുക. പിന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാങ്കിങ് ഒക്കെ ഈ സാറ്റലൈറ്റ് വെച്ചാണ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടാൽ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളമാണ് അനുഭവപ്പെടുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.